എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അയൽരാജ്യമായ ചൈനയുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ അഫയേഴ്സാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ്, ചൈനയും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇന്ത്യയെ ഏത് രീതിയിൽ ബാധിക്കുന്നു, നമ്മുടെ കറണ്ട് പൊസിഷൻ എന്താണ്, എന്തൊക്കെയാണ് LICയിലുള്ള കാര്യങ്ങൾ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇന്നത്തെ ഡിസ്കഷൻ പോയിന്റിലുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ചാര ബലൂൺ, നമുക്കറിയാം പുതിയ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റാണ് അത്. അതായത് ചൈന ചാര ബലൂൺ US എയർ സ്പേസിലേക്ക് കടത്തിവിട്ടു എന്ന് പറഞ്ഞിട്ട് US ഫോഴ്സസ് അത് വെടിവെച്ചിട്ടു. അപ്പോൾ ചൈന പറയുന്നത് മെറ്ററോളജിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിരീക്ഷണത്തിന് വേണ്ടി അയച്ച ബലൂണാണ്, പക്ഷേ അത് ഏതൊക്കെയോ രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്ത് പോയതാണ് എന്ന് പറയുന്നു. US ആണെങ്കിൽ മറിച്ച് അതൊരു സ്പൈ ബലൂണാണ്, ഒരു ചാര ബലൂണാണെന്ന് പറഞ്ഞിട്ട് അക്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓൾറെഡി വഷളായിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ റിലേഷൻഷിപ്പ് വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് അവർ ട്രേഡ് വാർ, അതുപോലെ തന്നെ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ്, ഈ പറഞ്ഞ എക്കണോമിക് ആയിട്ടുള്ള പോളിസീസുമായി ബന്ധപ്പെട്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൾഡ് വാർ എന്ന പോലെ ഉണ്ടായതാണ്. പക്ഷേ വീണ്ടും ഈ ചാര ബലൂണിൻ്റെ കേസ് വന്നപ്പോൾ വീണ്ടും ഇതേപോലെ പ്രശ്നത്തിലേക്കായി. രണ്ടാമത്തെ ചൈനയുമായി ബന്ധപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നിയോ കൊളോണിയലിസമാണ്. കൊളോണിയലിസം നമുക്കറിയാം, ആ കൊളോണിയലിസ്റ്റ് ടെൻഡൻസി അറിയാം. കഴിഞ്ഞ നമ്മളും ഇന്ത്യക്കാരും USA അത് അമേരിക്ക, അതുപോലെ തന്നെ മറ്റ് ആഫ്രിക്കൻ കോണ്ടിനൻസിലെ രാജ്യങ്ങളൊക്കെ ഈ കൊളോണിയലിസത്തിൻ്റെ വളരെ ദൂഷ്യവശങ്ങൾ അനുഭവിച്ചതാണ്. കാരണം കോളനിവൽക്കരിച്ച് അവിടുത്തെ എല്ലാത്തിലും എക്കണോമിക് റിസോഴ്സസും ലൂട്ട് ചെയ്ത് മദർ രാജ്യം ഏതാണോ കോളോണിയലിസ്റ്റ് ആയിട്ടുള്ള രാജ്യം, ആ രാജ്യത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുകയാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. നിയോ കൊളോണിയലിസം ഏത് രീതിയിലാണ്? ഈ പുതിയ പരിപാടി എന്ന് പറയുന്നത് ചൈനയെ പോലെ രാജ്യങ്ങൾ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് കടം കൊടുത്തിട്ട് തിരിച്ചടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവരുടെ ഇൻറ്റേർണൽ അഫയേഴ്സ് ഇടപെടുന്ന ഒരു രീതിയാണ് നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹമ്പൻ ഡോട്ട പോർട്ട് 99 വർഷത്തേക്ക് ലീസിന് കൊടുത്തിരിക്കുകയാണ് ശ്രീലങ്ക ചൈനക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ആ രാജ്യത്തിന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് തിരിച്ചടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ചൈന അവരുടെ ഇൻറ്റേർണൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് പറയുന്നു. ഇതാണ് നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത്. ചൈനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുന്ന ഒരു കോൺസെപ്റ്റാണ് നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത്. അടുത്തത് സൗത്ത് ചൈന സീ എന്ന് പറയുന്ന ഒരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടാണ്. സൗത്ത് ചൈന സീയിൽ ക്ലെയിം ഉണ്ട്. സൗത്ത് ചൈന സീൻ്റെ ഈ ഭാഗം ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണെന്ന് ചൈന പറഞ്ഞിട്ടുള്ള ടെറിട്ടോറിയൽ ക്ലെയിമുമായി ബന്ധപ്പെട്ടാണ് സൗത്ത് ചൈന സീയിലെ ഇഷ്യൂ. അപ്പോൾ അവിടെ ഒരുപാട് മെറിടൈം ഫോഴ്സസ് ഉണ്ട്. ഏതൊക്കെയാണ്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. തായ്വാൻ, അത് ചൈനയുടെ ഭാഗം തന്നെയാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം സൗത്ത് ചൈന സീയിലെ ടെറിട്ടോറിയൽ ക്ലെയിംസുമായി ബന്ധപ്പെട്ടാണ്. ചൈനയും അതുപോലെ ടെറിട്ടോറിയൽ ആയിട്ടുള്ള ക്ലെയിംസ് അത് നമ്മുടേതാണ് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിലുള്ള പോർഷൻ ഓഫ് ദ സീ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ട്. അടുത്തത് നാൻസി പെലോസി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടത്തിൽ തായ്വാൻ വിസിറ്റ് ചെയ്തൊരു വലിയ പ്രശ്നമാക്കിയിരുന്നു. ഇവർ തമ്മിലുള്ള US ചൈന ടെൻഷൻസ് വളരെയധികം കൂട്ടിയിരുന്നു. നാൻസി പെലോസി ആരാണ്? സഭാ സ്പീക്കറാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സഭാ സ്പീക്കറാണ് നാൻസി പെലോസി നേരിട്ട് തായ്വാൻ വിസിറ്റ് ചെയ്തത് ഭയങ്കര വലിയ പ്രശ്നമായി. കാരണം എന്താ? തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന് ആണ് വിശ്വസിച്ച് പോരുന്നത് വൺ ചൈന പോളിസി പ്രകാരം. അപ്പോൾ ഏക ചൈന പദ്ധതി എന്ന് പറയുക, ഏക ചൈന പോളിസി എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന തായ്വാനെയൊക്കെ ചൈനയുടെ ഭാഗമായിട്ട് അംഗീകരിക്കണം. അല്ലാതെ തായ്വാൻ ഒരു വേറെ തന്നെ രാജ്യമായിട്ട് അംഗീകരിച്ച് അവരുമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാടില്ല. അപ്പോൾ നാൻസി പെലോസി എന്താ ചെയ്തത്? ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നേരെ അവിടെ വിസിറ്റ് ചെയ്ത് അവർ തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചർച്ചയുണ്ടായി. ശരിക്കും ചൈനയായിട്ട് ഭാഗമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നേഷൻ ആയിട്ടുള്ള തായ്വാനെ സെപ്പറേറ്റ് ആയി കണ്ടുകൊണ്ടാണ് നാൻസി പെലോസി പോയത്. അത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കി. ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായി. അടുത്തത് ചൈന പ്ലാൻസ് എക്സൈസ് ഇൻ റെയിൽവേ ടു കണക്ട് ടിബറ്റും സിൻജിയാങ് എന്ന് പറഞ്ഞ 2 പ്രൊവിൻസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 2 സ്ഥലങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന എന്താണ് പ്ലാൻ ചെയ്യുന്നത്? എക്സൈസിനിലൂടെ, അതായത് എക്സൈസിൻ ഇന്ത്യയിലോട്ട് വളരെ അടുത്തുള്ള സ്ഥലമാണ്. എക്സൈസിനുമായി ബന്ധപ്പെട്ട് റെയിൽവേ ലൈൻ കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെയിൽവേ ലൈൻ പോകുന്നത് ഇന്ത്യക്ക് ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ്റെ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സിനാരിയോയിൽ, അതുപോലെ തന്നെ ബോർഡർ ഡിസ്പ്യൂട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഇപ്പം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർ 2 രാജ്യങ്ങളും, ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയും, ഇത്തിരി ടെൻഷനിലാണ്. അത് കൂട്ടാൻ വേണ്ടി എന്ന രീതിയിൽ ചൈനയുടെ പുതിയ പ്ലാനാണ് ഈ പറയുന്ന എക്സൈസ് ഇൻ റെയിൽവേ എന്ന് പറയുന്നത്. ടിബറ്റും സിൻജിയാങ്ങുമാണ് ഇത് കണക്ട് ചെയ്യുന്നത്.
പിന്നെ നമ്മുടെ തവാങ് എന്ന് പറഞ്ഞ ഏരിയയിൽ ചൈനയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് അരുണാചൽ പ്രദേശാണ് ഈ തവാങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബോർഡർ ചെയ്യുന്നത് ഭൂട്ടാനും ടിബറ്റുമാണ്. അപ്പോൾ ടിബറ്റ് ചൈനയുടേതായതുകൊണ്ട് എപ്പോഴും ഇവിടെ ടെറിട്ടോറിയലായിട്ട് ഇത് തവാങ് ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ ഈ സ്ഥലം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ബുള്ളിയും ബിഹേവിയർ ഉണ്ട്. ഇവരെപ്പോഴും ടെറിട്ടോറിയലായിട്ടുള്ള അനക്സേഷൻ ഇങ്ങനെയാണ് അവർ ഈ പറയുന്ന ഗ്രാബ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അപ്പം അവർ പറയുന്ന കൾച്ചറലി ഇത് അങ്ങനെയാണ്, ബുദ്ധിസം ഞങ്ങളുടേതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയിൽ ഈ പറഞ്ഞ തവാങ് എന്ന് പറഞ്ഞ ഏരിയയിലും ഇങ്ങനെ ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിലൊരു പോസിറ്റീവായിട്ട് നടന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ചൈനീസ് ട്രൂപ്സ് ഡിസെൻഗേജ് ഫ്രം പെട്രോളിംഗ് പോയിന്റ് 15 ഇൻ ഈസ്റ്റേൺ ലഡാക്ക്. ഈസ്റ്റേൺ ലഡാക്ക് എന്ന 15 എന്ന് പറഞ്ഞ പെട്രോളിംഗ് പവർ പോയിന്റിൽ നിന്ന് ഈ പറഞ്ഞ ചൈനയും അതുപോലെ തന്നെ ഇന്ത്യയും പിന്മാറിയിട്ടുണ്ട്. അവർ ട്രൂപ്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. പക്ഷേ എന്നാലും ഈ പറഞ്ഞ എക്സൈസ് റെയിൽവേ പോലെ ഇന്നലെ വരുന്ന ന്യൂസുകൾ വീണ്ടും ടെൻഷൻസ് ബിൽഡപ്പ് ചെയ്യുന്നതാണെങ്കിലും പെട്രോളിയം പോയിന്റ് 15 എന്ന് പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് 2 ഫോഴ്സസും ഡിസെൻഗേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ചൈന ആക്ച്വലി ആൻറ്റി ടെററിസ്റ്റ് പ്രോഗ്രാംസിനെ അനുകൂലിക്കുന്ന രാജ്യമാണ്. റീജിയണൽ ആൻറ്റി ടെററിസ്റ്റ് സ്ട്രക്ചർ ഓഫ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചൈനയും കൂടെ ഭാഗമായിട്ടുള്ള ആൻറ്റി ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ടാണ്, സബ് സ്ട്രക്ചറാണ് SCOൻ്റെ, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ചൈന ഭാഗമാണ്, ഇന്ത്യ ഭാഗമാണ്. അപ്പോൾ പൊതുവിൽ പറയുന്നത് ടെററിസത്തിനെ ഓപ്പോസ് ചെയ്യുന്ന, ടെററിസം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. പക്ഷേ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ടെററിസ്റ്റായ അബ്ദുൾ റഹ്മാൻ മക്കീനെ, ലഷ്കർ ഇ തോയ്ബ നേതാവാണ്, ഇദ്ദേഹത്തെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഗ്ലോബൽ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞ് മുദ്ര കുത്താൻ വേണ്ടി സമ്മതിക്കാതെ വീറ്റോ ചെയ്ത രാജ്യമാണ് ചൈന. അപ്പോൾ ചൈന ബ്ലോക്ക് ചെയ്യും. ഇപ്പോൾ USഉം ഇന്ത്യയും കൂടെ ജോയിൻ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടും ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അവസാനമാണ് ഈ ജനുവരിയിൽ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഗ്ലോബൽ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞ് അബ്ദുൾ റഹ്മാൻ മക്കീനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തത്. അതും ചൈനയുടെ ഒരു പാകിസ്ഥാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ മറ്റ് ഏത് രീതിയിൽ വേണമെങ്കിലും വിശേഷിപ്പിക്കുക. അതൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ് എന്ന് വേണം പറയാം. കാരണം നമ്മൾ റാറ്റ്സ് പോലൊരു ആൻറ്റി ടെററിസ്റ്റ് ഇപ്പോൾ ആൻറ്റി ടെററിസ്റ്റ് ഫീലിംഗ് അല്ലെങ്കിൽ ടെററിസത്തിനെതിരാണെന്ന് പറയുകയും ചെയ്യും ഗ്ലോബലി. പക്ഷേ നമ്മൾ ഇതുപോലുള്ള ഭീകരരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വീറ്റോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ്. 2 തരം സ്റ്റാൻഡേർഡ്സ് കാണിക്കുന്ന കൂട്ടത്തിലാണ്. ചൈന ഓപ്പോസസ് ഇന്ത്യസ് NSG ബിഡ് സൈനിങ് NPT മാൻഡേറ്ററി. അപ്പോൾ ന്യൂക്ലിയർ പ്രോളിഫറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞ ട്രീറ്റി സൈൻ ചെയ്യാത്തത് കാരണം ഇന്ത്യ NSGയിൽ മെമ്പർ ആവുന്നത് ചൈനക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ അതും ഇന്ത്യക്ക് ഒരു തിരിച്ചടിയാണ്. കാരണം ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിൽ മെമ്പറായി കഴിഞ്ഞാൽ ന്യൂക്ലിയർ സപ്ലൈ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ന്യൂക്ലിയർ ഇന്ധനമൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആക്കാൻ പറ്റുന്ന ഒരു സിനാരിയോ ഉണ്ട്. അപ്പോൾ NSG ബിഡ് ചൈനയാണ് ഓപ്പോസ് ചെയ്യുന്നത്. ഇന്ത്യക്ക് NSG മെമ്പർഷിപ്പ് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ചൈനയുടെ ഓപ്പോസിഷനാണെന്ന് പറയുന്നു. ചൈന ഈസ് ദ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഇൻ ഇന്ത്യസ് UNSC പെർമനൻറ്റ് മെമ്പർഷിപ്പ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ റിഫോംസ് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് നാളായി പല രാജ്യങ്ങളും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആകെ 5 പെർമനൻറ്റ് മെമ്പേഴ്സേ ഉള്ളൂ. അവർക്ക് വീറ്റോ ഉണ്ട്. അതിലൊന്ന് ചൈനയാണ്. അപ്പോൾ ഈ ചൈന തന്നെയാണ് ഇന്ത്യയുടെ പെർമനൻറ്റ് മെമ്പർഷിപ്പിന് എതിരായി നിൽക്കുന്നത്. അതുപോലെ ഒരു റിഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ചൈന സീറോ കോവിഡ് പോളിസി. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള റിക്കവറിയിലുള്ള ഫേസിലാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള അന്നത്തെ കോവിഡ് മെഷേഴ്സ്, ലോക്ക്ഡൗൺ, ടെസ്റ്റിങ്, മറ്റു കാര്യങ്ങളൊക്കെ ഈസ്ഡായിട്ട് ആൾക്കാരെ കുറേ കൂടി ഈസി ആയിട്ട് പെരുമാറാൻ സമ്മതിച്ച് മുമ്പോട്ട് റിക്കവറി എന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് ചൈന മാത്രമാണ് അവരുടെ സിറ്റിസൺസിനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വാറൻറ്റൈനും PPE കിറ്റും അതുപോലെ തന്നെ പല രീതിയിലുള്ള ടെസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അതിനെതിരെയും പ്രൊട്ടസ്റ്റ് ഉണ്ട്. ഇത്രയുമാണ് ചൈനയായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷം ഈ പറഞ്ഞ ഇന്നലെ വരെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന ചില ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യയുമായി ബന്ധപ്പെട്ടുണ്ട്, അതുപോലെ തന്നെ US ബന്ധപ്പെട്ടുണ്ട്, സൗത്ത് ചൈന സീ ഉണ്ട്, നിയോ കോളോണിസം ഉണ്ട്, ഏറ്റവും അവസാനം ചാര ബലൂണുണ്ട്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.